പാലക്കുഴയിൽ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. പാലക്കുഴ മൃഗാശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് കഴിഞ്ഞ രാത്രി നശിപ്പിച്ചത്. പാലക്കുഴയിൽ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചു. പാലക്കുഴ മൃഗാശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത്. പൈനാപ്പിൾ ചെടിയുടെ ഭാഗങ്ങൾ ഫ്ലെക്സിൽ തിരുകിയ നിലയിലായിരുന്നു. UDF പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആർക്കും ഒരു ശല്യമില്ലാതെ വെച്ചിരുന്ന ഈ ഫ്ലെക്സ് ബോർഡ് അതിന് സാമൂഹ്യവിരുദ്ധരായ ചില വ്യക്തികൾ ഇന്നലെ രാത്രിയിൽ അത് മുഖം വികൃതമാക്കി വളരെ മോശമായ അവസ്ഥയിൽ കണ്ണാര അവിടെ കൈതച്ചക്ക അവിടെ കൃഷി ചെയ്തിരുന്ന ആ കൃഷി ഇടത്തുനിന്ന് അത് പറിച്ച് മുഖം വികൃതമാക്കി അതിനുള്ളിൽ ഈ കൈതച്ചക്കയുടെ ചെടി അവിടെ കയറ്റി വയ്ക്കുന്ന ഒരവസ്ഥയിൽ തൊട്ടടുത്തുള്ള വീട്ടുകാർ കണ്ടതായിട്ട് പറഞ്ഞു. ഇപ്പോൾ ആ ഡോക്ടർ മാത്യു കുഴൽനാടൻ്റെ ആ പടം വളരെ വികൃതമായിട്ട് ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമായി ഒരു കാരണവശാലും ഇവിടെയുള്ള മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല നടത്തേണ്ടത്. വളരെ മര്യാദയോടുകൂടി നമ്മൾ UDF ഇവിടെ വളരെ ശാന്തമായിട്ട് വളരെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. പക്ഷേ എന്നാൽ സാമൂഹ്യ വിരുദ്ധരായ എതിർപക്ഷക്കാർ ആരോ കഴിഞ്ഞ രാത്രിയിൽ ഇത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ശരിയല്ല. അതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പോലീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് കൂത്താട്ടുകുളം പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.